ജീവാംശമായി ഭാഗം 10. പിറ്റേന്ന് വെളുപ്പിന് ജാൻവി ഉണർന്നപ്പോൾ അവൾക്ക് തലയ്ക്ക് വല്ലാത്തൊരു ഭാരം തോന്നി. അവളുടെ കണ്ണുകൾ ഉറക്കം ഒഴിഞ്ഞ് നാളുകളായതുപോലെ. എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടത് വിളറി വെളുത്ത ഒരു മുഖമാണ്. തൻ്റെ പ്രണയത്തെയും സ്വപ്നങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ദൂരേക്ക് ഓടി ഒളിക്കാൻ പോകുന്നവളുടെ മുഖം. കോളേജിലേക്ക് പോകാനിറങ്ങുമ്പോൾ അവളുടെ ഉള്ളിൽ ഓരോ ഓർമ്മകളും തിരതല്ലി. കോളേജിലെത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. ആദ്യമായി തന്നെ നോക്കി നിന്ന ആ ഇടനാഴികൾ, പരസ്പരം കൈകോർത്ത് പിടിച്ചു പാട്ടുകൾ മൂളി നടന്ന ക്യാമ്പസ് മരത്തണലുകൾ എല്ലാം ഇനി മുതൽ അന്യമാകാൻ പോകുന്നു. പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജാൻവിയുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ പ്രശ്നത്തിന് ശേഷം പ്രിൻസിപ്പൽ മാറിയിരുന്നു. അതുവരെ വൈസ് പ്രിൻസിപ്പലായിരുന്ന കുരുവിള സാറാണ് ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ. അയാൾക്ക് ജാൻവിയെ നന്നായി അറിയാം. ആരിത്, ജാൻവിയോ? എന്താണ് രാവിലെ തന്നെ ഈ വഴിക്ക്? സാർ, എനിക്ക് എൻ്റെ ടി സി വേണം. ടി സിയോ? അതും പെട്ടെന്ന് എന്തു പറ്റി? പ്രിൻസിപ്പൽ അത്ഭുതത്തോടെ ചോദിച്ചു. നീ നല്ല നിലയിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ ജാൻവി, പിന്നെ എന്തു പറ്റി? കുടുംബപരമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ ഈ നാട് വിടുകയാണ് സാർ. വയനാട്ടിലേക്ക് മാറണം. ഞാൻ അവിടെ പഠനം തുടരാം സാർ. ജാൻവി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അവൾക്ക് കരുത്തുണ്ടായിരുന്നില്ല. എന്നാലും എക്സാമിന് ദിവസങ്ങൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ. ഈ വർഷം കഴിയാറായില്ലേ? തൻ്റെ ഒരു വർഷം നഷ്ടപ്പെടുമല്ലോ എന്നോർത്താ ഞാൻ. അയാളും അവളുടെ മുഖഭാവം കണ്ട് കൂടുതൽ പറയാതെ നിർത്തി. സുമേഷ് തന്ന ആ പഴയ മൊബൈൽ ഫോൺ അവൾ മേശപ്പുറത്ത് വെച്ചു. ആ ഫോൺ ഇന്ന് അവൾക്കൊരു ഭാരമായി തോന്നി. അതിലേക്കാണ് ആദ്യം വിളിക്കാറ്. അതിൽ കിട്ടിയില്ലെങ്കിൽ അവളുടെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കും. ഇതൊന്ന് തേർഡ് ഇയറിലെ സുമേഷ് ചേട്ടനെ ഏൽപ്പിക്കണം സാർ. എനിക്കിതിനി ആവശ്യമില്ല. തൻ്റെ പ്രണയത്തിൻ്റെ അവസാന അടയാളവും ഉപേക്ഷിച്ചുകൊണ്ട് അവൾ ആ മുറിയിൽ നിന്നിറങ്ങി. ക്യാമ്പസിൻ്റെ പടിയിറങ്ങുമ്പോൾ ഒരിക്കൽ പോലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയാൽ ആദിയുടെ ഓർമ്മകൾ തന്നെ തടഞ്ഞു നിർത്തുമെന്നവൾ ഭയപ്പെട്ടു. പിന്നീടുള്ള മണിക്കൂറുകൾ ഒരു യന്ത്രം കണക്കെയാണ് ജാൻവി പ്രവർത്തിച്ചത്. അനുജത്തിമാരായ മാളുവിൻ്റെയും ചിന്നുവിൻ്റെയും സ്കൂളിൽ പോയി അവരുടെ ടി സിയും വാങ്ങിയെടുത്തു. ഒന്നും അറിയാത്ത ആ കുട്ടികൾ ചേച്ചിയുടെ മുഖത്തെ ഗൗരവം കണ്ട് മൗനം പാലിച്ചു. വീട്ടിലെത്തിയപ്പോൾ സുധീഷും ദേവിയും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം അടുക്കി വെച്ചിരുന്നു. ആ ചെറിയ വീടിനുള്ളിൽ അവർ ഉണ്ടാക്കിയെടുത്ത ആ വലിയ ലോകം അവരിന്ന് ഉപേക്ഷിക്കുകയാണ്. സുധീഷ് തൻ്റെ ഓട്ടോറിക്ഷ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഓട്ടോ മാത്രമാണ് ഇനി അവരുടെ തണൽ. എല്ലാം എടുത്തു വെച്ചോ ദേവി? സുധീഷിൻ്റെ ശബ്ദത്തിൽ ഒരു വലിയ പരാജയത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു. എടുത്തേട്ടാ, കുറച്ച് തുണികളും കുറച്ച് കുട്ടികളുടെ പുസ്തകങ്ങളും മാത്രം. ബാക്കിയെല്ലാം ഇവിടെ കിടക്കട്ടെ. വീടിൻ്റെ താക്കോല് അയൽപ്പക്കത്തെ വാസന്തി ഏൽപ്പിക്കാമല്ലേ? ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തന്നെ പ്രണയിച്ച് വിവാഹം ചെയ്തു കൊണ്ടുവന്ന ശേഷം തങ്ങളുടെ കഷ്ടപ്പാടിൽ തീർത്ത ഈ ചെറിയ കൂര ഉപേക്ഷിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ മുറിഞ്ഞു പോകുന്ന വേദനയായിരുന്നു അവർക്ക്. ബാക്കി വഴിയെ ആവശ്യമുണ്ടെങ്കിൽ വന്നെടുക്കാം, സുധി ആരോടെന്നില്ലാതെ പറഞ്ഞു. രാത്രി ഭക്ഷണത്തിന് ശേഷം അവർ ആരും സംസാരിച്ചില്ല. ജാൻവി തൻ്റെ ഡയറിയിൽ അവസാനമായി ചില വരികൾ കുറിച്ചു. ആദിയേട്ടാ, ഞാൻ പോകുന്നു. നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകിയത് ഒരു പുതിയ ജന്മമാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ജീവൻ കാക്കാൻ എനിക്ക് ഈ ഒളിച്ചോട്ടം അനിവാര്യമാണ്. എന്നെ മറന്നേക്കുക. അതെഴുതി കഴിഞ്ഞപ്പോൾ ഡയറിയിലെ മഷി അവളുടെ കണ്ണുനീരിൽ പടർന്നു. പുലർച്ചെ 3 മണി. പുറത്തു നല്ല തണുപ്പുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു. സുധീഷ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ആ ശബ്ദം നിശബ്ദമായ ആ ഗ്രാമത്തിൽ ഒരു നിലവിളി പോലെ തോന്നിപ്പിച്ചു. ജാൻവിയും ദേവിയും കുട്ടികളും സെറ്ററൊക്കെ ധരിച്ചുകൊണ്ട് ഓട്ടോയുടെ പിന്നിൽ കയറിയിരുന്നു. സുധീഷ് ആ വീടിൻ്റെ മുറ്റത്തു നിന്നും പതുക്കെ വണ്ടി മുന്നോട്ടെടുത്തു. ഇരുട്ടിലൂടെ ആ ഓട്ടോ നീങ്ങുമ്പോൾ ജാൻവി തൻ്റെ ഫോൺ കയ്യിലെടുത്തു. ആദിയുടെ മെസ്സേജ് അതിൽ വന്ന് കിടപ്പുണ്ട്. ഗുഡ് നൈറ്റ് ജാനി, നിന്നെ കാണാൻ കൊതിയാവുന്നു. ഞാൻ ഒത്തിരി ബിസിയാണ്, അതാണ് ഇന്നും ഇന്നലെയും വിളിക്കാതിരുന്നത്. സോറി കണ്ണാ, തിരക്ക് കഴിയുമ്പോൾ ചേട്ടൻ ഓടി വരാം. അത് വായിച്ചപ്പോൾ ജാനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ആദി ദൂരെ എവിടെയോ വലിയൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊന്നും അവൻ ചെറുതായി പോലും അറിഞ്ഞില്ല. അതവൾക്ക് കുറച്ച് സമാധാനം നൽകി. പതിയെ ഫോണിൽ നിന്ന് സിം കാർഡ് ഊരിയെടുത്തു. റോഡിലേക്ക് അത് വലിച്ചെറിഞ്ഞു. ചക്രങ്ങൾക്കിടയിലേക്ക് വീണ് അതിനി ഉപയോഗശൂന്യമാവും. ഇനി തങ്ങൾ പെട്ടെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരിടത്തേക്ക് പോവുകയാണ്. അവിടെ തങ്ങൾക്ക് ബന്ധുക്കളുള്ളത് അങ്ങനെ ആർക്കും അറിയില്ല. ഓട്ടോ ഹൈവേയിലേക്ക് കയറി. ദൂരെയുള്ള മലനിരകൾ ലക്ഷ്യമാക്കി അവർ നീങ്ങി. സുധീഷിൻ്റെ കണ്ണുകൾ റോഡിലായിരുന്നെങ്കിലും മനസ്സ് നിറയെ ഭാരമായിരുന്നു. തന്നെ പ്രേമിച്ചതിൻ്റെ പേരിൽ, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ആ വലിയ തറവാട് വീട് 20 വർഷങ്ങൾക്ക് ശേഷം ദേവിയെ വീണ്ടും സ്വീകരിക്കുമോ? തനിക്കും തൻ്റെ മക്കൾക്കും അവിടെ ഒരു സ്ഥാനം കിട്ടുമോ? അയാളുടെ ചിന്തകൾക്ക് ചൂടുപിടിച്ചു. അമ്മേ,
അപ്പൂപ്പ നമ്മളെ വീട്ടിൽ കയറ്റുമോ? ചെറിയവൾ ചിന്നുദേവി മടിയിൽ കിടന്ന് ചോദിച്ചു. കയറ്റും മോളെ, അമ്മയുടെ അച്ഛനല്ലേ? ദേവി മകളെ ചേർത്ത് പിടിച്ചു. പക്ഷേ അവരുടെ ഉള്ളിലും ആ ചോദ്യം ഒരു സമസ്യ പോലെ തറഞ്ഞു നിന്നു. ഓട്ടോയുടെ വേഗത കൂടി. നാടിൻ്റെ അതിർത്തി പിന്നിട്ട് പോകുമ്പോൾ ജാൻവി കണ്ണുകളടച്ചു. തൻ്റെ പ്രണയത്തെയും സ്വപ്നങ്ങളെയും ആ ഇരുട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ടവൾ ഒരു പുതിയ ലോകത്തേക്ക്, വയനാട്ടിലെ ആ തണുത്ത മണ്ണിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. സുധീഷിൻ്റെ ഓട്ടോ ഒരു ചെറിയ വെളിച്ചമായി ആ വലിയ ഹൈവേയിൽ ഒറ്റക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് വണ്ടികൾ നന്നേ കുറവാണ്. നിശബ്ദമായ ആ ഗ്രാമവീഥിയിലൂടെ സുധീഷിൻ്റെ ഓട്ടോ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് വെറുമൊരു യാത്രയായിരുന്നില്ല, ഒരു കുടുംബത്തിൻ്റെ വേരറുത്തുള്ള പാലായനമായിരുന്നു. പിന്നിലെ സീറ്റിൽ ഇടതും വലതും മക്കളെ ചേർത്ത് പിടിച്ച് ദേവിയിരുന്നു. അവരുടെ അടുത്ത സീറ്റിലേക്ക് തല ചായ്ച്ച് ജാൻവി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. വണ്ടിയിൽ ഡീസലിൻ്റെയും റോഡിലുരയുന്ന ടയറിൻ്റെയും ഗന്ധം കലർന്നിരുന്നു. കവലയിലെ തെരുവ് വിളക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി വേഗത്തിൽ പിന്നിലേക്ക് മറയുന്നു. ഓരോ വിളക്കും പിന്നിടുമ്പോൾ തൻ്റെ സ്വപ്നങ്ങൾക്കും പ്രണയത്തിനും മേൽ ഇരുട്ട് വീഴുന്നതായി ജാൻവിക്ക് തോന്നി. നഗരം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വലിയ ഫ്ലെക്സ് ബോർഡുകൾക്ക് താഴെ തെരുവ് നായകൾ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. ഹൈവേയിലേക്ക് പ്രവേശിച്ചതോടെ ഓട്ടോയുടെ വേഗത കൂടി. വശങ്ങളിലെ ടാർപ്പായ കാറ്റിലടിക്കുന്ന ശബ്ദം ഒരു താളം പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദൂരെ ഒരു ലോറി വലിയ വെളിച്ചത്തോടെ കടന്നു പോകുമ്പോൾ ആ നിമിഷം ജാൻവി കണ്ടത് വഴിയിലെ സൈൻ ബോർഡാണ്. വയനാട് 80 കിലോമീറ്റർ. എല്ലാവരും ഉറങ്ങിക്കോ, നേരം വെളുക്കുമ്പോഴേക്കും നമുക്ക് അടിവാരത്തെത്താം. സുധീഷിൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണാം അയാളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. 20 വർഷം മുമ്പ് ഇതേ വഴിയെയാണ് അയാൾ ദേവികയും കൂട്ടി ഈ നാട്ടിലേക്ക് വന്നത്. അന്ന് നെഞ്ചു നിറയെ പ്രതീക്ഷകളായിരുന്നു. ഇന്ന് അതേ പാതയിലൂടെ തിരിച്ചു പോകുമ്പോൾ കൈവശമാകെയുള്ളത് 3 കുഞ്ഞുങ്ങളും ജീവിതത്തിലെ തോൽവിയുടെ ഭാരവും പിന്നെ ഈ ഓട്ടോറിക്ഷയും മാത്രം. വെളിച്ചം പതുക്കെ പടരാൻ തുടങ്ങി. റബ്ബർ തോട്ടങ്ങളുടെയും കാപ്പിത്തോട്ടങ്ങളുടെയും മണം കാറ്റിലൊഴുകിയെത്തി. വഴിയോരത്തെ ചായക്കടകൾ തുറക്കുന്നേയുള്ളൂ. പുകയുന്ന അടുപ്പുകളെയും പിന്നിലാക്കി ആ തണുപ്പിനുമിടയിലൂടെ അവർ താമരശ്ശേരി ചുരത്തിൻ്റെ ചുവട്ടിലെത്തി. അടിവാരത്തെത്തിയപ്പോൾ സുധീഷ് വണ്ടി ഒന്ന് നിർത്തി. ഓട്ടോയുടെ റേഡിയേറ്ററിൽ ഒഴിക്കാൻ വെള്ളം കരുതണം. ജാനി പതുക്കെ പുറത്തിറങ്ങി. മഞ്ഞു പുതച്ച മലനിരകൾ ഒരു വലിയ മതിൽ പോലെ അവൾക്ക് മുന്നിൽ നിൽക്കുന്നു. അതാ 9 വളവുകളുള്ള താമരശ്ശേരി ചുരം. മേഘങ്ങൾ ആ മലയുടെ നെറുകയിൽ ചുംബിച്ചു നിൽക്കുന്നു. നമുക്ക് പോവാം. അവിടെ നിന്ന് ബക്കറ്റിൽ നിറയെ വെള്ളം ശേഖരിച്ചു വെച്ച ശേഷം സുധീഷ് ജാൻവിയോട് പറഞ്ഞു. അവൾ വന്ന് ഓട്ടോയിൽ കയറി. വീണ്ടും അവർ യാത്ര തുടർന്നു. 1ാമത്തെ വളവ് മുതൽ ഓട്ടോ കിതയ്ക്കാൻ തുടങ്ങി. ഗിയർ മാറ്റുന്ന ശബ്ദം ആ താഴ്വരകൾ പ്രതിധ്വനിച്ചു. വണ്ടി ഉയരത്തിലേക്ക് കയറും തോറും തണുപ്പ് അസ്ഥികളിൽ തുളച്ചു കയറാൻ തുടങ്ങി. അവർ ധരിച്ച സ്വെറ്ററൊന്നും പോരാതെയായി. 2ാം വളവിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. വെള്ളിനൂല് പോലെ വളഞ്ഞുകിടക്കുന്ന റോഡുകൾ, പച്ചപ്പരവതാനി വിരിച്ച താഴ്വരകൾ. പക്ഷേ ആ കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. നോക്ക് ചേച്ചി, അതാ കുറേ കുരങ്ങന്മാർ, ചെറിയ അനിയത്തി ചിന്നു വിളിച്ചു പറഞ്ഞു. റോഡരികിലെ സംരക്ഷണ ഭിത്തിയിൽ കുരങ്ങന്മാർ കൂട്ടമായി ഇരിക്കുന്നു. കോളേജിൽ നിന്നൊക്കെ ടൂറിന് വരുമ്പോൾ അവരെ കാണുമ്പോൾ സന്തോഷിച്ചിരുന്ന ജാൻവി ഇന്ന് നിർവികാരയായി ഇരുന്നു പോയി. അവളുടെ ഫോൺ സിം ഊരിയ ശേഷം ബാഗിലേക്ക് അവൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിരുന്നു. ആദ്യം ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവും. അവൻ അവളുടെ വിവരങ്ങൾ അറിയാൻ കഴിയാതെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. എല്ലാം അറിയുമ്പോൾ അവൻ തകർന്നു പോകും. ആ ചിന്ത അവളുടെ ഉള്ളിൽ ആസിഡ് ഒഴിച്ച പോലെ നീറിപ്പുകഞ്ഞു. ചുരത്തിൻ്റെ 7ാം വളവിൽ വെച്ച് ഒരു വലിയ കണ്ടെയ്നർ ലോറി ഓട്ടോക്ക് വട്ടം ചാടി. സുധീഷ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ഓട്ടോയുടെ ചക്രങ്ങൾ റോഡരികിലെ താഴ്വരയിലേക്ക് തെന്നിമാറിയെന്ന് തോന്നിപ്പിച്ച നിമിഷം ദേവി പേടിച്ച് കുട്ടികളെയും ജാൻവിയെയും ചേർത്ത് പിടിച്ചു. ലോറി ഡ്രൈവർ സുധിക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് കടന്നുപോയി. അയാളും ഭയന്നു പോയിട്ടുണ്ടാകണം. പേടിക്കണ്ട, സാരമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, സുധീഷ് നെറ്റിയിലെ വിയർപ്പ് തുളിച്ചുകൊണ്ട് പറഞ്ഞു. മരണം തൊട്ടടുത്ത് വന്നു പോയതുപോലെ ആ നിമിഷം ജാൻവി ചിന്തിച്ചു. ഈ താഴ്ചയിലേക്ക് വീണിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. ആദിയേട്ടൻ്റെ ഓർമ്മകളും തങ്ങളുടെ ഈ അവസ്ഥയും എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ശൂന്യമായേനെ. പക്ഷേ വിധി അവരെ മരണത്തിന് പോലും വിട്ടുകൊടുത്തില്ല. വയനാടൻ മഞ്ഞ് പതുക്കെ ഓട്ടോയുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ഓരോ വളവ് കഴിയും തോറും വായുവിലെ ഈർപ്പം കൂടി വന്നു. വന്യമായ പൂക്കളുടെയും നനഞ്ഞ മണ്ണിൻ്റെയും ഗന്ധം. മേഘങ്ങൾക്കിടയിലൂടെയാണ് തങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന വിധം കാഴ്ചകൾ മങ്ങിത്തുടങ്ങി. ചുരത്തിൻ്റെ മുകളിൽ ലക്കിടിയിലെത്തിയപ്പോൾ സമയം രാവിലെ 7:30 കഴിഞ്ഞിരുന്നു. ലക്കിടിയിലെ വ്യൂ പോയിന്റിനടുത്ത് സുധീഷ് വണ്ടി നിർത്തി. ഇവിടെ ഒന്നിറങ്ങാം. ജാൻവി ആദ്യം പുറത്തിറങ്ങി ആ വനമേഖലയിലേക്ക് നോക്കി. വലിയ മരങ്ങൾ ആകാശത്തേക്ക് കൈകൾ നീട്ടി നിൽക്കുന്നു. മഞ്ഞുതുള്ളികൾ ഇലകളിൽ നിന്ന് അടർന്നു വീഴുന്നു. അവൾ ആ കൈവരിയിൽ പിടിച്ചു നിന്നു. തണുത്ത കാറ്റ് അവളുടെ മുഖത്തടിച്ചു. ആ കാറ്റിന്
ആദിയേട്ടൻ്റെ സ്പർശനമുണ്ടെന്ന് അവൾക്ക് തോന്നി. ജാൻവി, വാ, ചൂടുചായ കുടിക്കാം. അമ്മ അവളെ വിളിച്ചു. അടുത്തുണ്ടായിരുന്ന തട്ടുകടയിൽ നിന്നവർ ചൂട് ചായയും ബിസ്ക്കറ്റും വാങ്ങി. ആ തണുപ്പിൽ ആ ചായ അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ അപ്പോഴും അവരാരും തമ്മിൽ സംസാരിച്ചില്ല. ഓരോരുത്തരും തങ്ങളുടേതായ മൗനത്തിൽ തടവുകാരായിരുന്നു. വയനാടിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ സുധീഷിൻ്റെ ഓട്ടോ മെല്ലെ നീങ്ങിക്കൊണ്ടിരുന്നു. ഇരുവശത്തും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ ആകാശത്തെ മറച്ചിരുന്നു. പായൽ പിടിച്ച കരിങ്കൽ മതിലുകൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കും അപ്പുറം ആ വലിയ തറവാട് വീട് അവർക്ക് മുമ്പിൽ ദൃശ്യമായി. കാർത്തിക എന്ന ദേവിയുടെ പഴയ വീട്. കാലപ്പഴക്കം കൊണ്ട് ചുമരുകൾക്ക് നിറം മങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഭിജാത്യം ഇപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വലിയ ഗേറ്റ് കടന്ന് ആ മുറ്റത്ത് ഓട്ടോ ചെന്നു നിന്നപ്പോൾ വലിയൊരു നിശബ്ദത അവരെ സ്വാഗതം ചെയ്തു. പണ്ട് ആൾത്തിരക്കും ശബ്ദകോശങ്ങളും ഉണ്ടായിരുന്ന ആ വീടിന്ന് അനാഥമായതുപോലെ ദേവിക്ക് തോന്നി. സുധീഷ് വണ്ടി നിർത്തി ആ വീടിന് നേരെ ഒന്ന് നോക്കി. പെട്ടെന്നുണ്ടായ ആ നിശബ്ദതയിൽ അവരുടെ ശ്വാസതാളം പോലും ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു. ദേവി വിറയ്ക്കുന്ന ശരീരത്തോടെ ഓട്ടോയിൽ നിന്നിറങ്ങി. 20 വർഷങ്ങൾക്ക് ശേഷം ആ പടിവാതിൽക്കൽ വീണ്ടും എത്തുമ്പോൾ അവളുടെ ഉള്ളിൽ പഴയ ഓർമ്മകൾ ഒരു പെരുമഴ പോലെ പെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ആക്രോശങ്ങളും അമ്മയുടെ കരച്ചിലും സഹോദരന്മാരുടെ വാക്കേറ്റങ്ങളും എല്ലാം ആ മതിലുകൾക്കുള്ളിൽ ഇപ്പോഴും മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. ജാൻവിയും അനിയത്തിമാരും കുറച്ച് ഭയത്തോടെ തന്നെ അമ്മയുടെ പിന്നാലെ വണ്ടിയിൽ നിന്നിറങ്ങി നടന്നു. ആ വലിയ വീടിൻ്റെ പൂമുഖത്ത് നിന്ന് ദേവി കോളിംഗ് ബെൽ അടിച്ചു. അല്പനേരത്തിന് ശേഷം വാതിൽ തുറക്കപ്പെട്ടു. യൂണിഫോം ധരിച്ച ഒരു മധ്യവയസ്കയായ സ്ത്രീയാണ് പുറത്തേക്ക് വന്നത്. അതൊരു ഹോം നേഴ്സായിരുന്നു. ആരെ കാണണം? അവർ ഒട്ടൊരു സംശയത്തോടെ തിരക്കി. ഇത് കാർത്തികൻ നായരുടെ വീടല്ലേ? ദേവിക്ക് ഹോം നേഴ്സിൻ്റെ ചോദ്യം കേട്ട് വീട് മാറിപ്പോയോ എന്ന് സംശയത്തോടെ ചോദിച്ചു. അതെ, അത് തന്നെ. ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്ന നേഴ്സാണ്. നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടുത്തെ മകളാണ്, ദേവിക. ദേവിയുടെ വാക്കുകൾ ഒന്നിടറി. ഹോം നേഴ്സ് അവിശ്വസനീയതയോടെ അവളെ നോക്കി. കാർത്തികേയൻ സാറിന് ഇങ്ങനൊരു മകളുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അകത്തേക്ക് വരൂ. അവർ രണ്ടുപേരും അതാ ആ മുറിയിലുണ്ട്. അകത്തെ ലിവിംഗ് റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അവിടെ മരുന്നുകളുടെയും സ്പിരിറ്റിൻ്റെയും ഗന്ധമായിരുന്നു നിറഞ്ഞു നിന്നത്. ആ വലിയ ഹാൾ ശൂന്യമായി കിടക്കുന്നു. പഴയ തടിയിൽ തീർന്ന സോഫകളും കസേരകളും നിറം മങ്ങി പൊടി പിടിച്ചു തുടങ്ങിയിരുന്നു. സാർ, നിങ്ങളെ കാണാൻ ആരൊക്കെയോ വന്നിട്ടുണ്ട്, നേഴ്സ് ആ മുറിയിലേക്ക് കടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ജാൻവി നേഴ്സിൻ്റെയും അമ്മയുടെയും കൂടെ ആ മുറിയിലേക്ക് കടന്നു നോക്കി. അവിടെയുള്ള കാഴ്ചയിൽ അവളുടെ ഹൃദയം വല്ലാതെ നൊമ്പരപ്പെട്ടു. വലിയൊരു കട്ടിലിൽ മെലിഞ്ഞുണങ്ങിയ രൂപമായി അവളുടെ അപ്പൂപ്പൻ കാർത്തികേയൻ നായർ കിടക്കുന്നു. ഒരു വശത്ത് തളർന്നു കിടക്കുന്ന അമ്മൂമ്മ. പണ്ട് നാട്ടിലെ പ്രമാണിയായിരുന്ന മനുഷ്യൻ ഇന്ന് പരസഹായമില്ലാതെ തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അവരുടെ ഫോട്ടോ അമ്മ തങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊക്കെ രണ്ടുപേരെയും കാണാൻ എന്തൊരു ഐശ്വര്യമായിരുന്നു. അച്ഛാ! റൂമിലേക്ക് കടന്ന് 1-2 നിമിഷം തറഞ്ഞു നിന്ന ശേഷം ദേവി ഉറക്കെ വിളിച്ച് കട്ടിലിനരികിലേക്ക് ഓടി. കാർത്തികേയൻ നായർ പതുക്കെ കണ്ണുകൾ തുറന്നു. കാഴ്ച മങ്ങിയ ആ കണ്ണുകളിൽ തിരിച്ചറിവിൻ്റെ വെളിച്ചം പടരാൻ കുറച്ചു സമയമെടുത്തു. വിറയ്ക്കുന്ന കൈകൾ മകളെ തൊടാൻ വേണ്ടി ഉയർന്നു. മോളെ, ദേവി, നീ വന്നോ? ആ വാക്കുകൾ ഒരു കരച്ചിലായി പുറത്തു വന്നു. 20 വർഷത്തെ പകയും വാശിയും ഒരൊറ്റ നിമിഷം കൊണ്ട് ആ കണ്ണുനീരിൽ അലിഞ്ഞുപോയി. ഏട്ടന്മാരൊക്കെ എവിടെ അച്ഛാ? അവരൊന്നും ഇവിടെ ഇല്ലേ? ദേവി വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അവർ ഈ വീട് ഉപേക്ഷിച്ചു പോയി മോളെ. ഓരോരുത്തരും ഓരോ വീട് വെച്ച് മാറി താമസിച്ചു. മാസം തോറും ഈ നേഴ്സിന് കൊടുക്കാനുള്ള പണം അവർ എല്ലാവരും ചേർന്ന് അയച്ചു തരും. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു വിവരവുമില്ല. ആരും അങ്ങനെ ഈ പടി കടന്ന് വരാറില്ല. ഞാനും നിൻ്റെ അമ്മയും ഈ ചുമരുകൾക്കുള്ളിൽ ഒറ്റയ്ക്കാണ്. കാർത്തികേയൻ നായർ അത് പറഞ്ഞുകൊണ്ട് ഒന്ന് തേങ്ങി. അമ്മ കല്യാണിയും കണ്ണീർ വാർക്കുന്നുണ്ട്. അവൾ അമ്മയുടെ കയ്യിലും ഒന്ന് തലോടി. അവർക്ക് പെട്ടെന്ന് പ്രായമേറിയ പോലെയാണ് അവൾക്ക് തോന്നിയത്. സുധീഷ് പതുക്കെ ആ മുറിയിലേക്ക് കടന്നു വന്നു. തന്നെ വെറുത്തിരുന്ന ആ മനുഷ്യൻ്റെ തളർച്ച കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളും നിറഞ്ഞു. സുധീഷ് അയാളുടെ കാൽക്കൽ തൊട്ട് വന്നിച്ചു. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം, അയാൾ പറഞ്ഞു. കാർത്തികേയൻ അയാളെ ഒന്ന് നോക്കി കഷ്ടപ്പെട്ട് പുഞ്ചിരിച്ചു. അന്ന് അടിച്ചിറക്കിയതാണ് അവന്. പണത്തിൻ്റെ ത്രാസിൽ അവന് കനമിച്ചിരി കുറവായിരുന്നു. അയാൾക്ക് കുറ്റബോധം കൊണ്ട് മനസ്സ് പുകഞ്ഞു. ജാനിമോളെ, മകളെയും കൂട്ടി ഇങ്ങോട്ട് വരൂ. ഇത് നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയുമാണ്. ദേവി മക്കളെ അടുത്തേക്ക് വിളിച്ചു. ജാൻവി പതുക്കെ കട്ടിലിനരികിലേക്ക് ചെന്നു. തൻ്റെ അമ്മയെ പ്രണയിച്ചതിൻ്റെ പേരിൽ അവരെ നിഷ്കരണം ഉപേക്ഷിച്ചവരുള്ള ദേഷ്യം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ആ വൃദ്ധ ദമ്പതികളുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ മഞ്ഞുരുകി. ഇതാണോ എൻ്റെ കൊച്ചുമകൾ?
ആ വൃദ്ധൻ ജാൻവിയുടെ കൈകളിൽ പിടിച്ചു. ദേവി പുഞ്ചിരിച്ചു. കാണാൻ ദേവിയെപ്പോലെ തന്നെയുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കൂ മോളെ. അന്ധമായ അഹങ്കാരം കൊണ്ടന്ന് നിങ്ങളുടെ സ്നേഹം കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എല്ലാം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. മാളവും ചിഹ്നവും മിണ്ടാതെ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും നോക്കിക്കൊണ്ടിരുന്നു. ദേവി അവിടുത്തെ കാര്യങ്ങൾ തിരക്കി. വലിയ തറവാടും സ്വത്തുമൊക്കെ ഉണ്ടെങ്കിലും ആ വീടിനിപ്പോൾ ആത്മാവില്ലാത്തതുപോലെ അവർക്ക് തോന്നി. മക്കളെല്ലാം വേറെ വേറെ വീട് വെച്ച് പോയതോടെ ഈ തറവാട് ഒരു അനാഥാലയമായി മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾ എങ്ങോട്ടും പോകരുത്. ഈ അച്ഛനും അമ്മയ്ക്കും ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെവിടെ താമസിക്കണം. കാർത്തികേയൻ നായർ വല്ലാത്തൊരു ഭാവത്തോടെ മകളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ദേവി ഒന്നും പറയാതെ ആ ചുളിവ് വീണ കൈകളിൽ തടവിക്കൊണ്ടിരുന്നു. ജാൻവി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ദൂരെ പുകമഞ്ഞ് പുതച്ച മലനിരകൾ. താൻ മാളവികയുടെ ഭീഷണിയിൽ നിന്നും സുരക്ഷിതമായ ഒരു താവളത്തിലെത്തിയിരിക്കുന്നു. പക്ഷേ തൻ്റെ ഉള്ളിൽ ആദിയുടെ ഓർമ്മകൾ ഇപ്പോഴും ഒരു കാറ്റുപോലെ അലയുന്നുണ്ടായിരുന്നു. പ്രതാപം മണ്ണടിഞ്ഞ ആ തറവാട്ടിൽ കണ്ണുനീരിനും കുറ്റബോധത്തിനുമിടയിൽ അവർ ഒരു പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. പക്ഷേ ജാൻവിയുടെ ഉള്ളിൽ ആദി എന്ന സ്വപ്നം വയനാടൻ കാടുകളിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു ശിലയായി മാറുകയായിരുന്നു. തിരുവനന്തപുരത്തെ പ്രിയയുടെ വീട്ടിലെ മുറിയിൽ ആദി ആവേശത്തിലായിരുന്നു. ജാൻവിയോട് പറയാതെ അവൻ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം. കുറച്ച് ദിവസമായി അവളുടെ ശബ്ദമൊന്ന് കേട്ടിട്ട്. ഒരാഴ്ചത്തെ വിദേശ ട്രിപ്പിലായിരുന്നു. അവിടെ നിന്ന് വിളിക്കാനൊന്നും സാധിച്ചിട്ടില്ല. രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് അവളെ വിളിച്ചു നോക്കിയിരുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കുറച്ച് ദിവസമായിട്ട് വിളിക്കാത്തതിൻ്റെ ചെറിയ പിണക്കമായിരിക്കും പെണ്ണിന്. നേരിട്ട് ചെന്ന് മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ആ അത്ഭുതം കാണാൻ ആദി കാത്തിരിക്കുകയായിരുന്നു. അവളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റും തൻ്റെ സമ്പാദ്യം കൊണ്ട് വാങ്ങിയ സ്വർണത്തിൻ്റെ ഒരു ചെറിയ മുട്ടുകമ്മലും അവൻ സമ്മാനമായി കരുതിയിട്ടുണ്ട്. ട്രെയിനിൽ ഇരിക്കുമ്പോഴൊക്കെ അവൻ അവളുടെ ഫോണിലേക്ക് ട്രൈ ചെയ്തു നോക്കി. മെസ്സേജ് അയച്ചിട്ടും റീഡാവുന്നില്ല. 2 നമ്പറിൽ അവൻ മാറി മാറി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കണക്റ്റ് ആവുന്നില്ല. അവനിലത് ചെറിയ രീതിയിൽ ആശങ്ക ഉണർത്തിയെങ്കിലും ഇടക്ക് ക്ഷീണം കാരണം അവൻ കുറച്ചൊന്നുറങ്ങിപ്പോയി. തൃശ്ശൂരിൽ ട്രെയിനിറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലെത്തി. ഇങ്ങോട്ടുള്ള ബസ്സിൽ കയറിയിരുന്നു. ബസ്സിറങ്ങി നേരെ ജാൻവിയുടെ വീട്ടിലേക്കാണ് അവൻ പോയത്. അവിടെ അവനെ കാത്തിരുന്നത് അടഞ്ഞുകിടക്കുന്ന ജാൻവിയുടെ വീടാണ്. മുറ്റം നിറയെ കരിയിലകൾ വീണുകിടക്കുന്നുണ്ട്. പൂമുഖത്തെ ചാരുകസേര ഒഴിഞ്ഞുകിടക്കുന്നു. മെയിൻ ഡോർ അടഞ്ഞുകിടക്കുന്നത് കണ്ടപ്പോൾ ആദിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവളുടെ അച്ഛൻ്റെ ഓട്ടോയും അവിടെയില്ല. ജാനി! അവൻ ഉമ്മറത്തേക്ക് കയറി കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു നോക്കി. മറുപടിയായി സ്വന്തം ശബ്ദത്തിൻ്റെ പ്രതിധ്വനി മാത്രം മുഴങ്ങിക്കേട്ടു. അയൽപ്പക്കത്തെ ചേച്ചി പുറത്തേക്ക് വരുന്നത് കണ്ടവൻ അങ്ങോട്ട് ചോദിച്ചു, ചേച്ചി, ഇവിടെയുള്ളവർ എവിടെ പോയി? ജാൻവി എവിടെ? അയ്യോ മോനെ, നീ അറിഞ്ഞില്ലേ? അവർ ഇന്നലെ രാത്രിയോട് കൂടി ഇവിടെ നിന്ന് താമസം ഒഴിഞ്ഞു പോയല്ലോ. താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയതെന്ന് ആരോടും പറഞ്ഞതുപോലുമില്ല. അത് കേട്ടപ്പോൾ ആദിയുടെ കയ്യിലിരുന്ന കവർ മണ്ണിലേക്ക് വീണു. അവർ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അവൻ ആ വീടിൻ്റെ ചുമരിലേക്ക് ചാരി നിന്നുപോയി. ഇല്ല, അവൾ എന്നോട് പറയാതെ എങ്ങോട്ടും പോകില്ല. വേറെ എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടാകും. അവർ നാട് വിട്ടുപോയി എന്നത് തൻ്റെ ഹൃദയത്തിന് മേൽ വീണ കല്ലുപോലെയാണ് ആദിക്ക് തോന്നിയത്. ഓരോ നിമിഷവും അവൻ്റെ ഉള്ളിലെ ആശങ്ക കൂടി വന്നു. അവൻ വിറയ്ക്കുന്ന കൈകളോടെ സുമേഷിനെ വിളിച്ചു. സുമേഷേ, നീ എവിടെയാ? ജാൻവിയുടെ വീട്ടിൽ ആരുമില്ല. അവരെവിടെ പോയെന്ന് നിനക്കറിയാമോ? അവളെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ആദിയുടെ ശബ്ദം കരച്ചിലിൻ്റെ വക്കിലായിരുന്നു. സുമേഷ് ഒരു ദീർഘനിശ്വാസത്തോടെ മറുപടി നൽകി. ആദി, ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാവണം. ഇന്നലെ രാവിലെ ജാൻവി കോളേജിൽ വന്നിരുന്നു. അവളും അച്ഛനും കൂടി വന്ന് അവളുടെ TC വാങ്ങിപ്പോയെന്ന്. അവൾ ഇനി ആ കോളേജിൽ ഉണ്ടാവില്ല ആദി. TC വാങ്ങിപ്പോയെന്നോ? എങ്ങോട്ട്? അവൾ എന്നോടൊരു വാക്കുപോലും പറയാതെ പോകുമോ? ആദിയുടെ വാക്കുകൾ ഇടറി. അതുമാത്രമല്ല ആദി, സുമേഷ് തുടർന്നു, ഞാൻ മുമ്പ് അവൾക്ക് നിന്നെ വിളിക്കാനായി രഹസ്യമായി നൽകിയ ആ ഫോൺ അവൾ പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. TC വാങ്ങാൻ വന്നപ്പോൾ ആ ഫോൺ അദ്ദേഹത്തിന് നൽകിയിട്ട് സുമേഷിന് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത്രേ. അവർ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. ആരോ അവരെ ഭീഷണിപ്പെടുത്തി ഇവിടുന്ന് മാറ്റിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. സുമേഷിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് ആദി ആകെ തകർന്നുപോയി. തന്നെ വിളിക്കാൻ അവൾക്കുണ്ടായിരുന്ന ഏകമാർഗമായ ആ ഫോണും അവൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവൾ തന്നെ വേണ്ടെന്ന് വെച്ചു എന്നാണോ? അതോ അവളെ പോകാൻ ആരെങ്കിലും നിർബന്ധിച്ചതാണോ? അവളുടെ നാടുവിടലിന് പിന്നിൽ തൻ്റെ അച്ഛനും മാളവികയ്ക്കും പങ്കുണ്ടോ എന്ന് പോലും അവൻ സംശയിച്ചു. ഒന്നും മനസ്സിലാകാതെ അവൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ ആദി ആകെ തകർന്നാണ് അകത്തേ കയറിയത്. കൃഷ്ണപ്രഭ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോനാകെ ക്ഷീണിച്ചു പോയല്ലോ. പ്രഭ അവനെ തഴുകിക്കൊണ്ട് പറഞ്ഞു. ആരും കാണാതെ മാത്രമേ അവർക്ക് അവനെ വിളിക്കാൻ സാധിക്കാറുള്ളൂ.
അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ അവൻ്റെ ശബ്ദം പോലും കേൾക്കാറുള്ളൂ. അവൻ തിരിച്ചമ്മയെയും ചേർത്ത് പിടിച്ചു. ഹാളിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന വാസുദേവൻ മകൻ്റെ മുഖത്തെ തളർച്ച കണ്ടപ്പോൾ ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു. ആദിയുടെ സർപ്രൈസ് പാളിപ്പോയത് അയാൾ ആസ്വദിക്കുകയായിരുന്നു. മാളവിക എല്ലാം അയാളെ വിളിച്ചറിയിച്ചിരുന്നു. എന്താടാ, നിന്റെ പീറപ്പെണ്ണ എവിടെ പോയി? അവൾക്ക് വേണ്ടിയല്ലേ നീ അന്ന് എന്നെ ജയിലിൽ കയറ്റിയത്? വാസുദേവൻ പരിഹാസത്തോടെ ചോദിച്ചു. ആദി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ വാസുദേവൻ വിട്ടില്ല. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, ആ ഓട്ടോക്കാരൻ്റെ മകളുടെ പുറകെ നടന്ന് സമയം കളയരുതെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, അവൾ നിന്നെ പറഞ്ഞു പറ്റിച്ച് ഈ നാട്ടിൽ നിന്ന് മുങ്ങി. ഇതാണ് ഈ പാവപ്പെട്ടവരുടെ സ്വഭാവം. നിന്നെപ്പോലെ ഒരു പണക്കാരൻ്റെ മോനെ കിട്ടിയപ്പോൾ കുറച്ചു കാലം നിന്റെ കൂടെ നടന്നു. ഇപ്പോൾ അവർക്ക് ബോധ്യം വന്ന് കാണും അത് നടക്കില്ലെന്ന്. അതുകൊണ്ട് അവർ നാട് വിട്ടു. ഇനി അവളെ പിന്നാലെ പോയി നാണം കെടേണ്ട. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടോക്കാരനെ തന്നെ അവൾ കണ്ടുപിടിച്ചു കാണും. അച്ഛൻ്റെ ഓരോ വാക്കും ആദിയുടെ നെഞ്ചിൽ ആണി അടിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. സത്യങ്ങളൊന്നും അറിയാതെ തൻ്റെ പ്രണയനെക്കുറിച്ച് അച്ഛൻ പറയുന്നത് കേട്ട് അവൻ നിസ്സഹായനായി നിന്നു. അച്ഛനും അവളുടെ തിരോധാനത്തിന് പിന്നിൽ പങ്കുണ്ടെന്ന് അവന് തോന്നി. മതി അച്ഛ, ആദി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൾ എങ്ങോട്ടും പോയിട്ടില്ല. എന്നെ വിട്ടുപോകാൻ അവൾക്ക് കഴിയില്ല. നീ അങ്ങനെ വിശ്വസിച്ച് സമാധാനിക്ക്. വാസുദേവൻ വീണ്ടും ചിരിച്ചു. പക്ഷേ ഒന്നോർത്തോ, നീ എത്ര തിരഞ്ഞാലും അവളെ ഇനി കണ്ടെത്താൻ പോകുന്നില്ല. നിനക്ക് ചേരുന്നത് മാളവികയെപ്പോലെയുള്ള പെൺകുട്ടികളാണ്. ഈ പൊയ്ക്കിനാവുകൾ കണ്ട് നടക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വാടാ. തെളിവില്ലാതെ അച്ഛനോട് ബാധിച്ചിട്ട് കാര്യമില്ല എന്നറിയുന്ന ആദി ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. അച്ഛൻ്റെ പരിഹാസത്തേക്കാൾ അവനെ വേദനിപ്പിച്ചത് ജാൻവിയുടെ നിശബ്ദതയായിരുന്നു. അവൾ എവിടെയാണ്? എന്തിനാണ് തന്നോട് പറയാതെ പോയത്? ഇനി അങ്ങോട്ട് ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ഒഴിവാക്കിയത് എന്തിനാവും? ഈ ചോദ്യങ്ങൾ ആ രാത്രിയിൽ ആദിയെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ആദിയും ജാൻവിയും തമ്മിലുള്ള ദൂരം കിലോമീറ്ററുകൾക്കപ്പുറം അകലങ്ങളിലേക്ക് പോവുകയാണെന്ന് അവൻ അറിഞ്ഞതേയില്ല. ഇനി എന്താവുമോ എന്തോ. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. തുടരും.